ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങാണ്. പറപ്പൂക്കര സെൻറ് ജോൺസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ ജോൺ നെബുൻസ്യാനോസിൻ്റെ തിരുനാളിനൊരുക്കമായി നടന്ന ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങാണ്. നമുക്ക് വീഡിയോ കാണാം. ഓക്കെ ഗൈസ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചെയ്യുന്നതിനായി തിരുനാൾ ജനറൽ കൺവീനർ ട്രസ്റ്റിയുമായ ശ്രീ സൈമൺ പുതുപ്പുളവറിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. യോഗത്തിലെ അധ്യക്ഷൻ നമ്മുടെ വികാരിച്ചൻ ബഹുമാനപ്പെട്ട ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ, നമ്മുടെ വിശിഷ്ടാതിഥിയും ഉദ്ഘാടകനുമായ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രസാദ് അവർ, നമ്മുടെ കൈക്കാരന്മാരായ ജോസ് ടി ടി, ജോസ് ടി വൈ, ഫെസ്റ്റിവൽ സെലിബ്രേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ റിജിൻ പാലത്തിങ്കൽ, ഈ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പ്രിയ ഇടവക വിശ്വാസികളെ, പറപ്പൂക്കരയ്ക്ക് പെരുന്നാളിൻ്റെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. വർഷത്തിൽ ഒരു പെരുന്നാളെ നമുക്കുള്ളൂ എങ്കിലും ഒരു വർഷം മുഴുവൻ പെരുന്നാളിൻ്റെ പ്രതീതിയാണ്. ഒരു വർഷത്തെ പെരുന്നാളിൻ്റെ കണക്ക് അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും അടുത്ത വർഷത്തെ പെരുന്നാളിൻ്റെ കമ്മിറ്റി വിളിക്കലും കാര്യങ്ങളുമായി വികാരിച്ചൻ എന്തെങ്കിലും പെരുന്നാളിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ വികാരിച്ചൻ പറയും, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്, ആദ്യം നിങ്ങൾ ഈ വർഷം പെരുന്നാൾ നടത്തി കാണിക്കി, എന്നിട്ട് നോക്കാമെന്ന് അച്ഛൻ പറയും. അപ്പം നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും പോസിറ്റീവായി നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന നമ്മുടെ വികാരിച്ചന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു കൊടുക്കും. അടുത്തതായി നമ്മുടെ ഉദ്ഘാടനമായി എത്തിയിരിക്കുന്ന തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് ഫ്രണ്ട്സ്, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയുള്ള കൃതജ്ഞത ആദ്യം ഞാൻ അർപ്പിക്കുന്നു. അതോടെ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചച്ഛൻ മുളക് കുർബാനയ്ക്ക് പോയിക്കാണ്, എത്തിയിട്ടില്ല. കൊച്ചച്ഛനെയും അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ കൈക്കാരന്മാരായ ജോസ് ടി ടി, ജോസ് ടി വൈ, സെലിബ്രേഷൻ കമ്മിറ്റി സെക്രട്ടറി റിജിൻ പാലത്തിങ്കൽ, എല്ലാവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഇടവക എല്ലാവരെയും ഒന്നുകൂടി ഒരിക്കലും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം അധ്യക്ഷൻ നമ്മുടെ വികാരിച്ചൻ റാഫേലസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. യോഗം നമ്മുടെ തിരുനാളിൻ്റെ കൺവീനറായിട്ടുള്ള സൈമൺ, പ്രിയപ്പെട്ട കൈക്കാരന്മാരെ, സെക്രട്ടറി, അതുപോലെ തിരുനാൾ കമ്മിറ്റി കൺവീനർമാരെ, അംഗങ്ങളെ, ബഹുമാനപ്പെട്ട മദർ, ഏറ്റവും സ്നേഹമുള്ള ഇടവകങ്ങളെ, ഇത് ഞാനൊരു പ്രസംഗം പറയുന്നതിൽ ഔചിത്യമില്ലെന്ന് എനിക്കറിയാം. കാരണം ഒരു പ്രസംഗം നമ്മളിവിടെ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഇനി പറഞ്ഞാൽ ചിലപ്പോൾ അധികം പ്രസംഗാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മുടെ നാണമുത്തപ്പൻ്റെ തിരുനാളിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്മിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഓഫീസിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നത്
ഇതൊരു ചടങ്ങാണെന്ന് എനിക്ക് തോന്നുന്നത്. ഉദ്ഘാടനം അല്ലെങ്കിൽ നമ്മുടെ തിരുനാളിന് കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞ അന്ന് മുതൽ നമ്മുടെ ഈ പെരുന്നാളിന് ഉദ്ഘാടനം കഴിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് മുതൽ നമ്മൾ ആരംഭിച്ചത് അതിനോട് ഒരുക്കം. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സമയങ്ങളിൽ കേൾക്കുന്നൊരു കാര്യമാണ് പെരുന്നാൾ. യുവാക്കളോട് ചോദിച്ചാൽ അവർ പറയും അച്ഛൻ പെരുന്നാൾ കാണുമ്പോൾ അച്ഛനറിയാമെന്ന് പറയും. ഇനി ചേട്ടന്മാരോട് ചോദിച്ചാൽ അങ്ങനെ, അമ്മച്ചിമാരോട് ചോദിച്ചാൽ ഇങ്ങനെ, കുട്ടികളോട് ചോദിച്ചാൽ അങ്ങനെ. ഏതെല്ലാം തരത്തിലെ പെരുന്നാളിനെ കുറിച്ച് ആന വരുന്നു, പുണ്യവാനൊരു കുട്ടി നിറക്കുന്നു, സ്വർണ്ണ നേർച്ച വരുന്നു, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിശേഷണങ്ങൾ പുണ്യവാനെ കുറിച്ച്. സത്യം പറഞ്ഞാൽ ലോനാമുത്തപ്പൻ സെൻറ്റ് ജോൺ ഡെബിൻസിയാനൊക്കെ സെമിനാരി പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ കേട്ടിങ്ങനെ ഓടിച്ചു കിട്ടുന്നല്ലാതെ ആ പുണ്യവാനെ കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ പോയിട്ടില്ല. വിയാനി പുണ്യവാനെ കുറിച്ചാണ് ഞങ്ങളൊക്കെ കൂടുതൽ പഠിക്കുക. കാരണം ഇടവകാരിമാരുടെ മധ്യസ്ഥം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ ഡെബിൻസിയാനിന്റെ പ്രാധാന്യം എന്താണ് എന്ന് പുണ്യവാൻ പഠിപ്പിച്ച കാര്യങ്ങളും അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തതൊക്കെ നമ്മുടെ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് എന്നെ ബോധ്യപ്പെടുത്തിയതും അറിയാനായിട്ട് പരിശ്രമിച്ചതും. പണ്ടൊന്നും അത്രയും പരിശ്രമിക്കുന്നില്ലായിരുന്നു. ഞാൻ ഇടവയിലേക്ക് വിചാരിക്കാൻ വന്നപ്പോൾ ഉറപ്പായിട്ടും പുണ്യവാനിലെ മധ്യസ്ഥനെ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കളിയാക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും പുണ്യവാനെ കുറിച്ചൊരു സ്റ്റഡി ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുണ്ട്. അത് അവസരോചിതമായിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയപ്പോൾ വേറെ ഏതിനേക്കാളും ഒരു ശ്രേഷ്ഠത അന്ത്യജന കുദാശ കുംസാരക്കൂട് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ക്ഷമിക്കാനും സ്നേഹിക്കാനും പൊറുക്കാനും പുണ്യവാന്റെ നാമത്തിലാണ് നമ്മുടെ ദേവാലയം. പരിശുദ്ധമ്മയുടെ നാമത്തിൽ നമ്മൾ ആരംഭിച്ചു. ആ പുണ്യവാനിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി പരിശുദ്ധമ്മയെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ യോഹന്നാൻ ഡെബിൻസിയാനിസിന്റെ മധ്യസ്ഥതയിൽ നമ്മുടെ ദേവാലയം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകാണ്. അപ്പൊ അതിന്റെ ഒരു വികാരമാണ് നമ്മുടെ തിരുനാൾ. ആ തിരുനാളിന്റെ വേറൊരു വികാരമാണ് അതിന്റെ നാന്ദി കുറിച്ചുകൊണ്ട് അതിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു നല്ല വ്യക്തിത്വത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുക. ശ്രീ പ്രിൻസ് അവറുകൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്, ഒരു ജില്ലയുടെ പഞ്ചായത്തുകൾ എല്ലാം കൂടി സംയോജിപ്പിച്ച് ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന, നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വ പ്രാപ്തമുള്ള നല്ലൊരു ഉടമയെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുക. ഞാൻ നേരോട് ചോദിച്ചപ്പോൾ വേടുപാടാണ് അദ്ദേഹത്തിൻ്റെ പള്ളിയെന്നും ആയിരുന്നുവെന്നും ഇപ്പോഴും മുണ്ടൂരാണ് അദ്ദേഹത്തിൻ്റെ വാസമെന്നും നമ്മുടെ പറപ്പുക്കര ഇടവയിലൊക്കെ പണ്ടുകാലത്ത് ആ പ്രദേശങ്ങളിലൊക്കെ ആൾക്കാർ വന്നിരുന്നുവെന്നും ഇന്നും വരുന്നുണ്ടെന്നും ആ ഷോർട്ട് സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും പല വിധേയത്വവും എളിമയും വിനയും ഒക്കെ അല്ലെങ്കിൽ പറഞ്ഞ പരിപാടിയിലേക്ക് സമയത്തിന് മുൻപേ തന്നെ അദ്ദേഹം എത്തിച്ചേർന്ന് ഇവിടെ കറക്റ്റ് ടൈമിൽ കുർബാന കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ചടങ്ങ് നടത്താനായിട്ട് സാധിച്ചു. ചിലപ്പോഴൊക്കെ അഭിമാനമായ കാര്യമാണ്. പലരും മടിച്ച് പിന്മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടവയിലുണ്ട്. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് വാർഡുണ്ട്, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം കൗടിയുണ്ട്, അങ്ങനെ പലരും ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന പലരുമുണ്ട്. കോൺഗ്രസും മാർക്സിസ്റ്റും ഏത് പാർട്ടിയായി വെച്ചിട്ടുണ്ടാവില്ല, എവിടെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും അതോടൊപ്പം അവരിൽ നിന്നും നമ്മുടെ സമുദായത്തിലേക്കും സമൂഹത്തിലേക്കും വേണ്ടത്ര നിർദ്ദേശങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകാനായിട്ട് ഒരുപാട് ഇടങ്ങളുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. അപ്പോൾ ഒത്തിരിയേറെ അഭിമാനത്തോടെ ആദരവോടെ ഇടവയുടെ പേരിൽ അച്ഛൻ ഒരിക്കലും നന്ദി ഒരു ഔദ്യോഗികമായിട്ട് പറയുമെങ്കിലും അച്ഛൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ശ്രമമുള്ളവർ നമ്മളിന്ന് ഔദ്യോഗികമായിട്ട് നമ്മുടെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. പെരുന്നാൾ കമ്മിറ്റിയുടെ ഓഫീസ്. നമുക്കറിയാം ഇനി വരുന്ന നാളുകളൊക്കെ തിക്കുതിരക്കേണ്ട നാളുകളാണ്. അച്ഛൻ്റെ കുറേശ്ശൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ പാതിരായാലും ഇപ്പോൾ ആളുകൾ പോകുന്നില്ല. കാരണം കണക്ക് കൂട്ടുന്നു, കിരിക്കുന്നു, റെസിപ്റ്റുകൾ എത്ര, എന്തെല്ലാം വേണം. മീഡിയക്കാരവിടെ, പായസക്കാരിപ്പുറത്ത്, പന്തലുകാരപ്പുറത്ത്, ഡെക്കറേഷൻകാരിപ്പുറത്ത്, അങ്ങനെ ആകെ ബഹളമാണ്. അതിൻ്റെ നടുവിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് പോകേണ്ടത്, ആരോടെ പറയേണ്ടത്, എന്താ പറയേണ്ടത്, അത്രയും തിരക്കിലേക്ക് നമ്മൾ ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നല്ലത്. അവരിടവേടെ ഇന്ന് നമ്മുടെ കമ്മിറ്റിയുടെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ അവസരത്തിൽ ആ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സൈമണാണ്. നേതൃത്വം കൊടുക്കാൻ കൈക്കാരന്മാരുണ്ട്, കൺവീനർമാരുണ്ട്. എല്ലാവർക്കും കട്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ തിരുനാട് ഒരു കൂട്ടായ്മയുടെ ഒരു അർത്ഥം കണ്ടെത്തുന്ന ഒരു തലം അതിന് കൊടുത്തുകൊണ്ട് നമ്മുടെ തിരുനാട് ഭംഗിയാക്കാനായിട്ട് പുണ്യവാന്റെ ആ രക്തസാക്ഷി, നമ്മുടെ 20-ാം തീയതി രക്തസാക്ഷി ദിനമാണ്. തിരുനാൾ 16-ാം തീയതി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. കൂടുതൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ യോഗം ഉദ്ഘാടകൻ ശ്രീ PS പ്രിൻസ് അവരുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു.
നമ്മുടെ കൊച്ചച്ഛനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. കൊച്ചച്ഛനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ, പറപ്പൂക്കര സെൻറ് ജോൺ നെബുൻസിയൻ ചർച്ചിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ തിരുനാളാഘോഷത്തിൻ്റെ സംഘാടക സമിതി സ്വാഗത സംഘം ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ച വികാരി ഫാദർ റാഫേൽ പെല്ലിക്കാരൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ട്രസ്റ്റിയും പെരുന്നാൾ ജനറൽ കൺവീനറുമായ സൈമൺ ജോൺ, ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന അസിസ്റ്റന്റ് വികാരി ആൽബിൻ പുതുശ്ശേരി, ശ്രീ രജിൻ പാലത്തുങ്കൽ, കമ്മിറ്റിയുടെ സെക്രട്ടറി, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ, പറപ്പൂക്കര പിന്നെ നെബുൻസിയൻ പുണ്യാളെന്നൊക്കെ ഔദ്യോഗികമായി പറയുമെങ്കിലും എൻ്റെ ചെറുപ്പകാലത്തും ഇപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള, എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോനമുത്തപ്പെട്ട പെരുന്നാളാണ്. അതൊരു ഈ പ്രദേശത്തിൻ്റെ ആകമാനം വികാരമുള്ള ഒരു പെരുന്നാളാണ്. നേരത്തെ അച്ഛൻ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെയും കാർന്നമാർ എവിടെയാണ് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, ഏറ്റവും പഴയ കാർന്നമാർ എവിടെയാണ് ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ അത് പറപ്പൂക്കര പള്ളിയുമായി ബന്ധപ്പെട്ട ഈ ഇടങ്ങളിലെവിടെയാണ്. എൻ്റെ അമ്മാമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അമ്മാമ്മയുടെ അമ്മയൊക്കെ ആ പഴയ കാലത്ത് പള്ളിയിൽ വരുമ്പോൾ തലേ ദിവസം വേലുപ്പാടത്തു നിന്ന് യാത്രയായി ചൂട്ടൊക്കെ കത്തിച്ചിട്ടും ആളുകൾ കാളവണ്ടിയിലുമൊക്കെ ആയിട്ടാണ് കുർബാന കൂടാൻ പറപ്പൂക്കര പള്ളിയിലെത്തിയിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഈ പ്രദേശത്തെ ആദ്യത്തെ ദേവാലയമായിരുന്നല്ലോ പറപ്പൂക്കര പള്ളി. പിന്നീടാണ് പിന്നെ പുതുക്കാട് ഉണ്ടായത്, പള്ളിക്കുന്നുണ്ടായത്. പിന്നെ ഞങ്ങളുടെ വേലുപ്പാടം ആണ് എൻ്റെ മാതൃ ഇടവക. ഇപ്പം ഞാൻ വെണ്ടൂർ ഇടവകയിലാണ് താമസം. അങ്ങനെ ഒരുപാട് പള്ളികൾ തിരിഞ്ഞു പോയുള്ള എല്ലാ പള്ളികളുടെയും അമ്മയായി പ്രവർത്തിച്ചിട്ടുള്ള പള്ളിയാണ് പറപ്പൂക്കര പള്ളി എന്ന് പറയുമ്പോൾ, ആ പള്ളിയിലെ ഒരു ചടങ്ങ്, ആ പള്ളിയിലെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്തെയും പിന്നീട് ഏത് കാലത്തെയും ഒരു വികാരമായിട്ട് വിശ്വാസികളുടെ ഇടയിൽ നിലനിൽക്കുന്നതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത്, അപ്പനിപ്പില്ല, എല്ലാ കൊല്ലവും ഒരു മുടക്കില്ലാതെ പെരുന്നാളിന് വന്ന് പറപ്പൂക്കര പള്ളിയിലെ പെരുന്നാളിന് വരികയും വെടിക്കെട്ടൊക്കെ കഴിഞ്ഞിട്ട് പോയിരുന്ന ഒരാളാണ് എൻ്റെ അപ്പം. പിന്നെ ഞാനൊക്കെ ചെറുപ്പത്തിലൊരു 3-4 പ്രാവശ്യം പറപ്പൂക്കര പള്ളിയിലെ പെരുന്നാൾ കാണാൻ വന്നിട്ടുണ്ട്. പിന്നെ തിരക്ക് കാരണം പിന്നീട് നമ്മൾ മറ്റു പല കാര്യങ്ങളാകുമ്പോൾ അങ്ങനെ രാത്രിയിലെ പരിപാടികൾ കുറേ ഉപേക്ഷിച്ചപ്പോൾ അങ്ങനെയാണ് വരാതിരുന്നത്. എന്തായാലും ഈ വർഷം നിങ്ങളുടെ ക്ഷണമുണ്ടല്ലോ, 15-ാം തീയതി എന്തായാലും പെരുന്നാൾ കാണാൻ വരും എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പെരുന്നാൾ മാത്രമല്ല, നമ്മുടെ എല്ലാ ഉത്സവങ്ങളും സത്യത്തിൽ കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷമായ മതേതരത്വത്തിൻ്റെ പാരമ്പര്യം വിളിച്ചോതുന്ന ഒന്നാണ്. വേലുപ്പാടത്ത് പെരുന്നാൾ വരുമ്പോൾ വേലുപ്പാടത്തു നിന്ന് കെട്ടിച്ചു വിട്ട ക്രിസ്ത്യാനികളുടെ മക്കൾ മാത്രമല്ല വരിക, വേലുപ്പാടത്തു നിന്ന് കെട്ടിച്ചു പോയ ഹൈന്ദവ സഹോദരന്മാരുടെ, ഇസ്ലാം സഹോദരന്മാരുടെ, കുറച്ച് ഇസ്ലാം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. അവരെല്ലാവരും പെരുന്നാൾക്ക് ഭർത്താക്കന്മാരും കുട്ടികളും അവരുടെ വീട്ടിലെ അവരുടെ മാതാപിതാക്കളൊക്കെ കൂട്ടിയിട്ടാണ് അവർ വരിക. കാരണം അതൊരു ചെറുപ്പം തൊട്ടുള്ള ആ ഒരു മതേതരത്തെ കാഴ്ചപ്പാട്, പെരുന്നാൾ എല്ലാവരുടേതുമാണ് എന്നൊരു തോന്നൽ, അത് ആഘോഷിക്കുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവരുടെ സഹപാഠികൾ, അതുപോലെ പഴയ കൂട്ടുകാർ, കല്യാണം കഴിഞ്ഞ് പോയ ആളുകൾ, ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, അവരുമായിട്ട് സൗഹൃദം പുതുക്കുക, ഇതിങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ട് നിലനിൽക്കുകയാണ്. സമൂഹത്തെ ആകമാനം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ എന്ന മുദ്രാവാക്യം
ചാവറാച്ചൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടാണ് ഈ കേരളം യഥാർത്ഥത്തിൽ ഒരു പഠനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തുടക്കട്ടത്, ഉയർന്നത്. അവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഒക്കെ തന്നെ ഒരു അടിത്തറയായി മാറിയത് പള്ളിയോടനുബന്ധിച്ച് ചേർന്നിട്ട് വന്നിട്ടുള്ള പള്ളിക്കൂടങ്ങളുടെ ഭാഗമാണ്. അപ്പം ഇത് ഒക്കെ സൃഷ്ടിച്ചൊരു തലമാണ് യഥാർത്ഥത്തിൽ കേരളം നേടിയ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ, കേരളത്തിൻ്റെ പൊതുസമൂഹം നേടിയ ഈ നേട്ടങ്ങളുടെ പുറകിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പങ്ക് ചെറുതല്ല. അതാണ് കേരളം ഈ മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ, മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മികവ് ഇതിൻ്റെ ഒരു ആകത്തുകയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമൂഹം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ പെരുന്നാളിൽ മാത്രമല്ല എല്ലാത്തിലും ഒരു സൗഹാർദ്ദവും സമത്വവും സാഹോദര്യവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രേഷ്ഠകരമായ സന്തോഷകരമായ ഒരു വസ്തുത. പറപ്പുകര പള്ളി പെരുന്നാൾ ഇത്തരം ഈ പ്രദേശത്തെ തന്നെ ഇങ്ങനെയുള്ള ഒരു സാഹോദര്യത്തിൻ്റെ ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനും കേട്ടിട്ടുണ്ട് പറപ്പുകര പള്ളി പെരുന്നാളിന് ഒത്തുകൂടുന്ന 10,000-കണക്കിന് ആളുകൾ അവർ മതം മറന്നും ജാതി മറന്നും മറ്റേത് വിശ്വാസവും മറന്നും ഒരു പറപ്പുകര പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു വികാരം മനസ്സിലേറ്റിയിട്ടാണ്, അത് നെഞ്ചേറ്റിയിട്ടാണ് വന്നിട്ടുള്ളത്. ഏറ്റവും വിജയകരമായി, ഏറ്റവും ശ്രേഷ്ഠകരമായി ഈ പള്ളി ഓഫീസ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ സൗരസംഘത്തിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. താങ്ക് യു സാർ. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാനിങ്ങനെ ഈ കമ്മിറ്റിയാണ് നിങ്ങളോട് പറഞ്ഞതാണ് ഇവിടെ ഒരു ആശംസ ഞാൻ പറയുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അച്ഛനെ നിങ്ങൾ ഒതുക്കി കളഞ്ഞല്ലോ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ പറയുന്നതുകൊണ്ടാണ് ഇവിടെ ഇരുത്തിയത്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് ഇങ്ങനെ ചാലക്കുടിക്കാർക്ക് ഇങ്ങനെ പറയും ചാലക്കുടിയുടെ ഉത്സവം, ഇരിഞ്ഞാലക്കുട പെരുന്നാളിന് അവിടെ പറയും ഇരിഞ്ഞാലക്കുടയുടെ ദേശീയോത്സവം. അങ്ങനെയെങ്കിൽ പറപ്പൂക്കരയിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പറയണം പറപ്പൂക്കരക്കാരുടെ ദേശീയോത്സവമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, നവവാരം ആരംഭിച്ചു, 4ാമത്തെ ആഴ്ചയിലേക്ക് എത്തി. അതുപോലെ തന്നെ കമ്മിറ്റികളൊക്കെ സജീവമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനമാണ് നടക്കണേ, പക്ഷെ ഓൾറെഡി ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ സെമിനാറിയിലായിരിക്കുമ്പോൾ തൃശ്ശൂരുകാരുടെ ഇരിഞ്ഞാലക്കുട അവരോട് പറയാനുണ്ടാവണം, നമ്മുടെ ഒരു ജൂബിലിയുടെ 1625ാമത്തെ ഒരു ജൂബിലിയിലേക്ക് നമ്മൾ കയറുകയാണ്. തിരുനാൾ ആഘോഷിക്കുന്നത് ജൂബിലി തിരുനാളാണ്. അപ്പോൾ ഇത്ര നാളുള്ള തിരുനാളുകളെക്കാൾ കുറേ കൂടി അടിപൊളിയായിരിക്കണം. അടിപൊളിയാവേണ്ടത് വെടിക്കെട്ടിന് 1,00,000 കൂടി കൂട്ടിപ്പൊട്ടിക്കലല്ല, എല്ലാ കാര്യങ്ങളിലും അടിപൊളിയായിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് തിരുനാൾ കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. അതായിരിക്കണം നമ്മുടെ അവസാനം നീണ്ടു നിൽക്കുന്ന സംഭവം. ബാക്കിയെല്ലാം പൊട്ടി പുകയായി തീർന്നു പോകും. അത് കഴിഞ്ഞ് നമുക്ക് ഓർത്തിരിക്കാൻ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു തിരുനാൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ് അവറുകൾ, അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വികാരച്ചൻ റാഫേലച്ചൻ, കൊച്ചച്ചൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, എനിക്കും ഈ എന്താ പറയുക, നിങ്ങൾക്കും ഈ പരിപാടിയുടെ അവസാനത്തിന് ഇടയിലുള്ള ഒരു ചെറിയ നിമിഷം ഞാൻ എടുക്കുകയാണ്. നേരത്തെ കൊച്ചച്ചൻ വികാരച്ചനൊക്കെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആത്മീയമായി ഒരുങ്ങി. നമ്മൾ 4 നവവാരങ്ങൾ ദിവസങ്ങളിലേക്ക് കടന്നു. കഴിഞ്ഞ ആഴ്ച വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ട് നമ്മൾ 40 മണിക്കൂർ ആരാധന ഏറ്റവും ആത്മീയമായിട്ട് നമ്മൾ തിരുനാളിന് ഒരുങ്ങി. ഇതിൻ്റെ ആഘോഷപരമായ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെ ഔപചാരികത മാത്രമാണ് ഇപ്പം ഇന്ന് ഇവിടെ നിർവഹിക്കുന്നത്. ഇന്ന് നമുക്ക് ഈ യോഗത്തിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി, അതായത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹമൊക്കെ ഈ പള്ളിയുടെ തിരുനാളിലൂടെയും പല ദിവസങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് ഇവിടെ സൂചിപ്പിച്ചിരുന്നു. ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ തിരുനാളാഘോഷത്തിൻ്റെ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS പ്രിൻസ് അവറുകളെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചു. അതോടൊപ്പം തന്നെ വികാരിച്ചൻ, നമുക്കറിയാം ഈ ദിവസങ്ങളിൽ നമ്മുടെ തിരുനാളിനോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ ആളുകളിലുള്ള മാറ്റം,
നമ്മളുടെ ഒപ്പം അല്ലെങ്കിൽ നമ്മളെ മുന്ന് ആത്മീയമായിട്ടും എല്ലാ കാര്യങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വികാരിയച്ഛനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ റാഫേൽ അച്ഛനെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ യോഗത്തിന് ഏറ്റവും അവസാനത്ത് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഈ അറ്റത്തിരിക്കുന്നത്. ആശംസ പറയും. മുളങ്ങ് പള്ളിയിലത്തെ പ്രധാന അരമണിക്കൂർ കൊണ്ട് തീരാറ്, പക്ഷെ ഇന്ന് അത് 45 മിനിറ്റിൽ കൂട്ടി വരാതിരിക്കുക. പക്ഷെ ഏറ്റവും അനുയോജ്യനായ കൊച്ചച്ഛൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വികാരിയച്ഛന്റെ കൂടെ ഇവിടെ പ്രവർത്തിക്കാനായിട്ടുള്ളത്. കൊച്ചച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓരോ തിരുനാൾ വരുമ്പോഴും അതിന്റെ ഒരു 101 അംഗ കമ്മിറ്റിയും ഒരു 70 അംഗ നിർവാഹക സമിതിയും ഒക്കെ നമ്മൾ ഇവിടെ പറമ്പിൽ ഞാൻ ഈ സമയത്ത് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ജോസ് TY, ജോസ് തേക്കതലയിൽ, ജോസ് തട്ട്ലർ, 2 ജോസുമാരാണ് കൂട്ടുകൈക്കാരന്മാരായിട്ട് നമുക്ക് ഇവിടെ സേവനം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നു, ജോസേട്ടനൊക്കെ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാത്രിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർ 2 ആളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഈ സമയത്ത് നന്ദി പറയുന്നു. ഇനിയൊരു വാക്ക്, അല്ലെങ്കിൽ എല്ലാവരെയും ഉപരിയായിട്ട് നമ്മളിവിടെ ഈ കൂടിയിരിക്കുന്ന നിങ്ങളാണ് ഈ തിരുനാൾ ഏറ്റവും കൊഴുപ്പ് കൂട്ടുവാനായിട്ടുള്ള ആളുകളും. നമ്മൾ ഇവിടുന്ന് ഓരോ പ്രവർത്തനങ്ങളും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരംഭിച്ചു കൊള്ളുന്നു. തൊട്ട് അടുത്ത നിമിഷം തന്നെ നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ നാടമറിച്ചുള്ള ഉദ്ഘാടനമുണ്ട്. എല്ലാവരെയും അവിടേക്കും അതോടൊപ്പം തന്നെ ചെറിയ ഒരു ചായ സൽക്കാരമുണ്ട്. അതിലേക്കൊക്കെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലൈബ്രറിയിലാണെന്നൊക്കെ തുറന്ന ചാനലിലെ ആളെ കിട്ടുന്ന പരിപാടിയല്ലേ. യൂട്യൂബ് ചാനൽ ഫോട്ടോ എടുത്തോളൂ.